ഗൈസ്, എല്ലാവർക്കും അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നമ്മൾ പരിപാടികളെല്ലാം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ കാപ്പി നമുക്ക് ഇഡ്ഡലിയാണ് ഗൈസ്. ഇഡ്ഡലിക്കൊട്ടൽ ഉള്ള ഇഡ്ഡലി തട്ട് കഴുകുകയാണ്. ഇഡ്ഡലിക്ക് ഇവിടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. മാവ് അരച്ച് നല്ല പൊങ്ങിക്കേറിയിരിക്കുന്നു. ഇത് കരിയാപ്പല, ഇഞ്ചി, കൊച്ചുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് സോഡാപ്പൊടി ഉപ്പും ചേർത്ത് കലക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ തട്ടിലേക്ക് ഒഴിച്ച് ഗ്യാസിൽ വയ്ക്കണം. സ്കൂളിൽ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം അത് പൊരിക്കണം. മാവ് കലക്കാനുള്ള ആവശ്യമായ സോഡാപ്പൊടി ഇട്ടു. അതിനുശേഷം ആവശ്യമായ ഉപ്പും കൂടി ഇടുകയാണ്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ ഗൈസ്, ഇഡ്ഡലിക്ക് നല്ല പരുവായ മാവാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. രാവിലെ നമ്മൾ എഫിത്തത്ത കിടന്ന് വിളിക്കുകയാണ്. എഫിത്തത്തേക്ക് ഉറക്കം എണീച്ച് അന്നേരം ഫുഡ് വേണം. സൺഫ്ലവർ സീഡിനെ കിടന്ന് വിളിക്കുകയാണ്. നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി കുക്കർ അടുപ്പി വെച്ചിട്ട് കോരി ഒഴിക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇഡ്ഡലി കുക്കർ അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടിലെല്ലാം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിൽ പിടിക്കാതിരിക്കാൻ ഇത് വെച്ച് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഒരേ തട്ടിൽ നമുക്ക് എണ്ണ പുരട്ടിയെടുക്കാം. ഞാൻ ഏറ്റവും അടിയിലത്തെയും മുകളിലത്തെയും തട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നടുക്കലത്തെ തട്ട് എടുത്തിട്ടില്ല. നടുക്കലത്തെ തട്ട് എടുക്കുമ്പോഴത്തേക്ക് മൂന്നും കൂടി ഒത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഈ നടുക്കലത്തെ തട്ടിലെ മാവ് മുകളിലത്തെ തട്ടിൽ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏറ്റവും അടിയിലത്തെയും മുകളിലത്തെയും തട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലപോലെ എണ്ണ പുരട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഏറ്റവും അടിയിലത്തെ തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചേക്കുന്ന മാവ് അതിൽ നിന്ന് ഒരേ സ്പൂണ്, അധികം നിറഞ്ഞ് കവിഞ്ഞ് പോകരുത്, ഒരേ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇത്രേ ആവാവുള്ളൂ. ഇനി അടുത്ത തട്ടും വെച്ച് കൊടുക്കാം നമുക്ക്. നല്ലപോലെ എണ്ണ പുരട്ടാം. ഇത് എണ്ണ പുരട്ടുമ്പോഴത്തേക്ക് ഒരു തുള്ളി പോലും തട്ടി പിടിക്കില്ല. ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പം തോനെ വെള്ളം കൂടി പോകാൻ പാടില്ല. അങ്ങനെ ഇഡ്ഡലി എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. ഇഡ്ഡലി അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇഡ്ഡലി എന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ചമ്മന്തി തയ്യാറാക്കാം. സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. നമുക്ക് ചോറ് കൊണ്ടുപോകണം, കറി കൊണ്ടുപോകണം. അതുകൊണ്ട് നമുക്ക് അത് ഇഡ്ഡലിക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്.
തേങ്ങ തിരികെ കൊണ്ടുവരാം. നമ്മൾ ചോറിന് വേണ്ടി അരിയടുപ്പ് ഇട്ടിട്ടുണ്ട്. തീ കത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തേങ്ങ തിരിയിട്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, ഇഞ്ചി, കൊച്ചുള്ളി, ഉപ്പും കൂടെ ആഡ് ചെയ്ത് അരയ്ക്കും. ചമ്മന്തിക്ക് ആവശ്യമായ മുളക് പൊടി, ഇത്ര ഇഞ്ചി, 2 ചെറിയ കൊച്ചുള്ളി, ഉപ്പും കൂടെ ഇട്ട് അരയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കാൻ. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ ചമ്മന്തി ഉണ്ട് ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി ആയതിനു ശേഷം നമുക്ക് കടുക് വറുക്കണം. വാവ് ഗൈസ്, നമ്മൾ ഇഡ്ഡലി അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, വാവ്. നമുക്ക് ഈ 2 തട്ടും എടുത്ത് വെളി വയ്ക്കാം. എടുത്ത് ചൂടുവെള്ളം, കുടിക്കാനുള്ള ചൂടുവെള്ളം ഒഴിക്കുന്ന പാത്രത്തിൽ നിലത്തെ വെള്ളമാണ് ഉലുവ വെള്ളം. നമ്മൾ ഉലുവ ഇട്ടാണ് വെള്ളം ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ചൂടുവെള്ളം അനക്കിയതാണ്. ഇവിടെ വെള്ളം അനത്തുന്ന കെറ്റലിലാണ്. അതിന് ഒഴിച്ച് കൊടുക്കും. നല്ല തിളച്ച ചൂടുവെള്ളമാണ്. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത ഉലുവയാണ് അതിട്ട് കൊടുക്കുക. ഇത് നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി വെച്ചേക്കുന്ന ഉലുവ വെള്ളത്തിൽ ഇടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഇട്ടത്. ഇവിടെ ഉലുവ വെള്ളമാണ് ഇടുന്നത്. നമ്മളെ കുക്കുമോള് രാവിലെ ഉണന്നേക്കുവാണ്. രാവിലെ ഉണന്നിട്ട് കൊച്ചു TV കാണുവാണ് ഗൈസ്. അല്ലുമോൾ ഉറങ്ങുന്നേ ഉള്ളൂ. കുക്കുമോള് രാവിലെ എണീറ്റിട്ട് കൊച്ചു TV കാണുകയാണ്. നമ്മൾ AP കണ്ടു. നേരം വെളുക്കുന്ന മുമ്പേ എണീച്ചിട്ട് ഇവിടെ കിടന്ന് ബഹളമാണ് ഗൈസ്. ഭയങ്കര ബഹളമാണ്. അവളെ ഈ ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ള ബഹളമാണ്. കണ്ടോ, അതെടുത്ത് കയ്യിലെടുത്ത് തിരിക്കാനാണ് വന്ന് ഈ പരാക്രമം കാണിക്കുന്നത്. കണ്ടോ, നമ്മൾ വഴക്കുറേ അവളെ ഫുഡ് എടുത്തേന്. അങ്ങനെ നമ്മൾ ഇഡ്ഡലി റെഡിയായി വെളിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് ബാക്കിയൊന്ന് അതിന് വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. ഇനി നമുക്ക് അടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമ്മൾ ചമ്മന്തിക്ക് കടുക് വറുക്കാനായിട്ടുള്ള കൊച്ചുള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു. ഇനി ചട്ടിയിൽ വെള്ളം പറ്റി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഉള്ളിയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടു, കടുക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളിയും കടുകും കൂടി അവിടെ കിടന്ന് അടി കൂടി മൂക്കട്ടെ. നേരത്തേക്ക് എൻ്റെ ഇഡ്ഡലിയുടെ ചൂട് പോയിട്ടുണ്ട്. ഇഡ്ഡലിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കത് എടുത്ത് പാത്രത്തിലോട്ടിടാം. നമ്മളെ കടുക് വറുത്തത് മൂത്ത് കരിയാറായിട്ടുണ്ട്. കരിയാറായിട്ടുണ്ട്. എന്നിട്ട് ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ചമ്മന്തി ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ചമ്മന്തി പിരിഞ്ഞില്ലാവും. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട്. ഇനി എടുത്ത് നമുക്ക് ചായ ഇടാം. വേണ്ട ഗൈസ്, നമ്മളെ ഇഡ്ഡലി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കണ്ടു, സോഫ്റ്റ് ഉണ്ട്. ഇഡ്ഡലി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഇടാം. നമ്മൾ ചോറിന് തീയരച്ച് കൊടുത്തു ഗൈസ്. കണ്ടു, തിളയ്ക്കാൻ തുടങ്ങി. ചോറ് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയും ചമ്മന്തിയും റെഡിയാണ്. ഇഡ്ഡലിയുടെ ഏറ്റവും കഴിക്കാൻ ബെസ്റ്റ് സാമ്പാറാണ് ഗൈസ്. സാമ്പാർ വയ്ക്കാനുള്ള സമയം തികയാത്തത് കാരണമാണ് നമ്മൾ ചമ്മന്തിയിൽ ഒതുക്കിയത്. രാവിലെ സ്കൂളിൽ പോകുന്ന സമയം ഭയങ്കര തിരക്കാണ്. നമ്മൾ മീൻ കഴിക്കാൻ പോവുകയാണ്.
സ്കൂളിൽ കൊണ്ടുപോകാൻ. ഉച്ചക്കത്തേക്ക് മാത്രമേ നമ്മൾ മീൻ പൊരിക്കുകയുള്ളൂ. വൈകിട്ടുള്ളത് വൈകിട്ടേ പൊരിക്കുകയുള്ളൂ. നമ്മൾ പൊരിച്ച് വയ്ക്കത്തില്ല. ചട്ടിയിൽ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. 2 മീൻ പൊരിക്കാനുള്ള എണ്ണ മതി. എണ്ണ ചൂടായതിന് ശേഷം മീനിടാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് മീനിട്ട് കൊടുക്കാം. മരിയിട്ട് ഒരു സൈഡ് മരിയാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് കൊച്ചുങ്ങൾക്കുള്ള വൈകിട്ടത്തെ മീനാണ്. വൈകിട്ടേ പൊരിക്കും. ഇനി ചായ ഇടാൻ പോകുകയാണ് ഗൈസ്. ഇവിടെ ആടുണ്ട്, ആട്ടിൻ്റെ പാലാണ്. അത് കഴിച്ചുമ്പോൾ ചായ ഇടാൻ പോകുക. ചായക്ക് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഗ്യാസ് നല്ല ഗൈസ്. അങ്ങനെ നമ്മൾ മീനും ചായയും എൻ്റെ തിളച്ചുള്ള റെഡിയായിട്ടുണ്ട്. ചായയും മീൻ തിളച്ച് റെഡിയായിട്ടുണ്ട് ഗൈസ്. ഇനി ചായ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലുമൊക്കെ ചായയും കാപ്പി കൊടുക്കാം. കാപ്പി കൊടുത്ത് കുളിച്ച് സ്കൂളിൽ പോകാതിരിക്കുക. അതിന് ശേഷം ചോറ് വേവാറായി. ചോറിൽ ഉപ്പിടാൻ നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഗൈസ്, നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടു ഗൈസ്, കണ്ടു ചോറ് വേവാറായി. നല്ല കേസരി ചോറാണ്. കണ്ടു. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്നും കൂടെ ഉപ്പ് പിടിച്ച് വരുമ്പോഴത്തേക്ക് ചോറ് പാക്കാറാവും. നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാത്ത് പൊരിച്ചെടുക്കാം. നമ്മൾ അരി ഊറ്റിയിട്ടിട്ടുണ്ട്. ഇനി എടുത്ത് നമുക്ക് തീയിലിട്ട് വെച്ച് പൊരിച്ചെടുക്കാം. അങ്ങനെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള തീ പാർന്ന ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു പൊരിച്ച മീൻ. പിന്നെ ഇത് നമ്മൾ ഇടിച്ചമ്മന്തിയാണ്, വീട്ടിലുണ്ടാക്കിയ ഇടിച്ചമ്മന്തിയാണ്. കുറച്ച് ഇടിച്ചമ്മന്തി, പിന്നെ കുറച്ച് മാങ്ങാച്ചാർ തീരാറായി. കുറച്ച് മാങ്ങാച്ചാർ, നല്ല തിളയ്ക്കുന്ന ചൂടുണ്ട് ഗൈസ്. കുറച്ച് മാങ്ങാച്ചാറും വെച്ച് നമുക്ക് അടയ്ക്കാം. ഒഴിച്ചു കൂട്ടാനായിട്ട് മീൻപുളി അതെല്ലാം കൂടി കുറച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.